നമസ്കാരം. ശോഭാ സുരേന്ദ്രൻ എന്ന വനിതാ നേതാവ് ബി.ജെ.പിയുടെ അതിശക്തയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവിനും അപ്പുറത്തേക്കാണ് തൻ്റെ നീക്കങ്ങൾ, അല്ലെങ്കിൽ തനിക്കുള്ള പ്രസക്തി കെ സുരേന്ദ്രനും അപ്പുറത്തേക്കാണ് എന്നുള്ള തരത്തിൽ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പലപ്പോഴും ശോഭാ സുരേന്ദ്രൻ നടത്തുന്നത്. ഒരുപക്ഷെ അത് അഹങ്കാരത്തിൻ്റെ ഭാഗമാകും. പല സ്ഥലങ്ങളിലും നിന്ന് വോട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു മെഷീനാണ് എന്ന് ഞാൻ പല ഘട്ടങ്ങളിലും സൂചിപ്പിച്ചിട്ടുണ്ട് ശോഭാ സുരേന്ദ്രനെ കുറിച്ച്. അതിൻ്റെ ഒരു അഹങ്കാരം തലയ്ക്ക് പിടിച്ച് മത്തായിരിക്കുന്ന ഒരു വനിതാ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മാധ്യമപ്രവർത്തകരെ വാരി വലിച്ച് എന്തൊക്കെയോ പറയുന്നു. ഒട്ടും അടിസ്ഥാനരഹിതമായി, അടിസ്ഥാനമേതുമില്ലാത്ത തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നു. നുണപ്രചരണങ്ങൾ കൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ അനാവശ്യമായ ചിന്തയുണ്ടാക്കുന്ന ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ അത് അധികപ്പറ്റാവില്ല. കഴിഞ്ഞ ആലപ്പുഴയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ആലപ്പുഴ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് പ്രസംഗിച്ച കരിമണൽ കർത്തയും കെ സി വേണുഗോപാലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു. നമുക്കറിയാം, മാധ്യമ തലതൊട്ടപ്പനായ അല്ലെങ്കിൽ ഇന്ന് പ്രമുഖ മാധ്യമങ്ങളുടെ എല്ലാം നേതൃസ്ഥാനത്തിരിക്കുന്ന ഈ ഗോകുലം ഗോപാലിനെ പോലെ ഒരു സംഘടനാ നേതാവിനെ അവിടെയിട്ട് അനാവശ്യമായി രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴക്കുകയും അതിൻ്റെ പേരിൽ വക്കീൽ നോട്ടീസ് മേടിക്കുകയും ചെയ്ത ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. നമുക്കറിയാം, ഗോകുലം ഗോപാലിനെ കുറിച്ച് ഗോകുലം ഗോപാലൻ്റെ ചാനൽ 24 എന്ന് പറയുന്ന ചാനൽ ഇവർക്കെതിരായി ശോഭാ സുരേന്ദ്രനായി കള്ള വാർത്തകൾ കൊടുക്കുന്നു എന്നുള്ള തരത്തിൽ പ്രഖ്യാപിച്ചു. തിരൂർ സതീഷ് എന്ന് പറയുന്ന ഒരാൾ ഈ കെ സുരേന്ദ്രനെതിരായുള്ള കുഴൽപ്പണ കേസ് ഉയർത്തിക്കൊണ്ട് വന്ന സമയത്ത് 2 മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി. ആ മാധ്യമങ്ങളെക്കുറിച്ച് പച്ച നുണയാണ് ശോഭാ സുരേന്ദ്രൻ പ്രചരിപ്പിച്ചതെന്ന് നമുക്കറിയാം. വിദേശത്ത് നിന്ന് ഫണ്ട് കൊണ്ടുവന്ന് കേരളത്തിലെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കുന്നു എന്നുള്ള തരത്തിലേക്ക്. അപ്പോൾ ആരൊക്കെയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? ഗോകുലം ഗോപാലനും ഈ പറയുന്ന ആൻഡോ അഗസ്റ്റിൻ എന്ന് പറയുന്ന മരമുറി കേസിലെ പ്രതിയുമായിട്ടുള്ള ആളും. ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഇത് കേരളത്തിൽ ഭീകരവാദത്തിന് വേണ്ട ഫണ്ട് എത്തിച്ചു കൊടുക്കുന്നത് എന്നുള്ള തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും വാക്കുകളും ശോഭാ സുരേന്ദ്രൻ്റെ വായിൽ നിന്നുണ്ടായി. അപ്പോഴും നിശബ്ദയായിരുന്നു. തിരൂർ സതീഷിനെ അറിയില്ല എന്ന് പറയുമ്പോഴും തിരൂർ സതീഷിനെ അറിയുന്ന തരത്തിൽ ഉള്ള ചിത്രങ്ങൾ പുറത്തേക്ക് വരുന്നു. പിന്നീട് അതെല്ലാം മോർഫ് ചെയ്തതാണ് എന്നുള്ള കള്ളത്തരം വീണ്ടും പറയുന്നു. അപ്പോൾ ഈ രീതിയിൽ ഒരു രാഷ്ട്രീയക്കാരിക്ക് വോട്ട് കിട്ടാൻ വേണ്ടി എന്ത് കള്ളത്തരവും പ്രചരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിലേക്ക് മാറുമ്പോൾ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവ് കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന സംസ്ഥാന അധ്യക്ഷനും അപ്പുറത്തേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഒരേയൊരു കരസ്പർശം, സംതൃപ്തിയുള്ള 1 കോടി പുഞ്ചിരി. ശ്രീ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, പുഞ്ചിരിക്കുന്ന 1 കോടി കസ്റ്റമേഴ്സ്. കാരണം നമുക്കറിയാം, കെ സുരേന്ദ്രൻ മത്സരിച്ച പല സ്ഥലങ്ങളിലും കെ സുരേന്ദ്രന് കെട്ടിവെച്ച കാശ്, ഒരു വയനാട് മണ്ഡലം നമുക്ക് പരിശോധിക്കാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കെ സുരേന്ദ്രന് കെട്ടിവെച്ച കാശ് പോലും ആ മണ്ഡലത്തിൽ ലഭിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കെ സുരേന്ദ്രൻ ഇന്ന് നിലയ്ക്കെല്ലാം പല മണ്ഡലങ്ങളിൽ നിന്ന് പൊട്ടി ഒരു പരുവമായി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ പരാജയത്തിൻ്റെ കയ്പുനീർ മാത്രം കുടിച്ചുകൊണ്ട് ജീവിക്കുന്ന കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവ്, അദ്ദേഹത്തിന് ഒരു ഘട്ടത്തിൽ പോലും എവിടെയും ഒരു വോട്ട് നേട്ടം, മികച്ച രീതിയിൽ ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. ഭൂരിപക്ഷത്തിൻ്റെ കാര്യം വിട്ടോട്ടെ, ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ താനാണ് എന്തുകൊണ്ടും യോഗ്യതയുള്ള ഒരു നേതാവ് ഇവിടെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കാൻ. അതിനുവേണ്ട നീക്കങ്ങൾ ശോഭാ സുരേന്ദ്രൻ സ്വന്തം പാർട്ടിക്കാരെ വഞ്ചിച്ചുകൊണ്ട് നടപ്പിലാക്കി. നേരെ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തുന്നു. കേരളത്തിലെ ബി.ജെ.പി എന്ന് പറയുന്ന പാർട്ടിയെ ഉന്നതങ്ങളിലേക്ക് വളർത്തുന്നതിന് വേണ്ടിയിട്ട് താൻ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ച് മുന്നോട്ട് പോകും എന്ന് പറയുന്നുണ്ട്. ബി.ജെ.പിയെ പ്രതീക്ഷിച്ച ഉയരങ്ങളിലേക്ക് താൻ എത്തിക്കും എന്ന് ശോഭാ സുരേന്ദ്രൻ അമിത്ഷായ്ക്ക് വാക്ക് കൊടുത്തു. സർദാർ വല്ലഭായ് പട്ടേൽ കഴിഞ്ഞാൽ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും മഹാനായ, ഏറ്റവും ശക്തനായ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് അമിത്ഷാ എന്ന് കൂടി ശോഭാ സുരേന്ദ്രൻ തൻ്റെ ഫേസ്ബുക്കിൻ്റെ വാളിൽ കാര്യമായി കുറിച്ചു വെച്ചു. അപ്പം ഇവിടെ ഇവരുമായി കൂടിക്കാഴ്ച നടത്തുന്നു. കേന്ദ്ര നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് കേരളത്തിൽ താനൊരു വലിയ ശക്തിയാണ് എന്ന് സ്വന്തം കൂട്ടത്തിൽ നിൽക്കുന്ന പ്രവർത്തകരെ പോലും ബോധിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ശോഭാ സുരേന്ദ്രൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്.
BJP എന്ന് പറയുന്ന കക്ഷിയിൽ പലപ്പോഴും നമ്മൾ ഇനിയിപ്പോൾ അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആരായിരിക്കും BJPയുടെ മുഖ്യമന്ത്രി എന്നുള്ള ഒരു ചോദ്യം കൂടി എല്ലാവരുടെയും മനസ്സിൽ അവശേഷിക്കുകയും ചെയ്യും. അങ്ങനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ശക്തമായ ഒരു ചാലക ശക്തിയായി മാറാൻ കഴിവുള്ള ആരാണ് ഇന്ന് BJPയെ നയിക്കാനുള്ളത് എന്നൊരു ചോദ്യം എല്ലാ കേരളീയരുടെയും മനസ്സിൽ, എല്ലാ മലയാളികളുടെയും മനസ്സിലുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് പുതിയൊരു നീക്കത്തിനായി ഒറ്റയാൾ പട്ടാളം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടുള്ള ഒരു നീക്കത്തിന് ശോഭാ സുരേന്ദ്രൻ കാര്യമായി കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി BJP എന്ന് പറയുന്ന പാർട്ടിക്കുള്ളിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന വിഭാഗീയത അത് എത്രത്തോളം ഉണ്ട് എന്ന് ഈ ശോഭാ സുരേന്ദ്രൻ്റെ ഈ പ്രവൃത്തികളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിലെ BJP ഘടകവുമായി ഒരു ഘട്ടത്തിൽ പോലും കൂടിയാലോചന നടത്താതെയാണ് ശോഭാ സുരേന്ദ്രൻ്റെ ഈ ഡൽഹി യാത്ര എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ പോയത് തീർച്ചയായും ഒരിക്കലും BJP എന്ന് പറയുന്ന പാർട്ടിയെ കേരളത്തിൽ ഉത്കൃഷ്ട ഭാവത്തിൽ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ള ലക്ഷ്യമല്ല. തനിക്ക് വളരണം, തനിക്ക് മാത്രം വളരണം. ഇവിടെ പാർട്ടിക്കാരിൽ ആരൊക്കെ നിൽക്കുന്നു എന്നുള്ള അറിയില്ല. ആരൊക്കെയാണ് ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ BJP പ്രതിനിധാനം ചെയ്ത് വരിക എന്നറിയില്ല. എന്നിരുന്നാൽ പോലും തനിക്ക് മാത്രം വളരണം, തൻ്റെ കൂട്ടത്തിലുള്ളവരൊക്കെ തളർന്നു പോകണം, തനിക്കെതിരായി നിൽക്കുന്നവരെയൊക്കെ വെട്ടി വീഴ്ത്താനുള്ള ശക്തി ആർജിക്കാൻ വേണ്ടി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്ന് സംശയലേശമന്യേ നമുക്ക് പറയാൻ സാധിക്കും.